പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പി ആയാലോ? കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതും ലഞ്ചിനൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്നതും വളരെ സിമ്പിളുമായിട്ടൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പാൻ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ശേഷം ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുട്ടികൾക്ക് തയ്യാറാക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് എരിവൊന്നും വേണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് കാശ്മീരി മുളക് പൊടിയും അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വീണ്ടും വേവിച്ചെടുക്കുന്നുണ്ട്. അതിനകത്ത് വെള്ളം അല്പം പോലും ചേർക്കരുത്. ഇങ്ങനെ വേവിച്ചെടുത്താൽ മതിയാകും. വളരെ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കുന്നതായിരിക്കും. കരിഞ്ഞു പോകാതെ മാക്സിമം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ശേഷം അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ചിന് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.